അവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുന്നത്. അവൻ നിന്റെ അകത്തേക്കൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്ന് രോഗമെന്നില്ല, നിനക്ക് ഏത് രോഗമായിരുന്നാലും യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കും. ഏത് രോഗം എന്ന് ഇവിടെ പറഞ്ഞില്ല. ഒന്ന്, നിന്റെ അകത്തേക്കൊക്കെയും മോചിക്കുന്നു. രണ്ട്, നിന്റെ സകല രോഗങ്ങളും. ഇന്ന രോഗമാണോ? ഇല്ല. ഏത് രോഗം പിടിച്ചവനായാലും യേശു അവനെ സൗഖ്യമാക്കും. യേശു ശിഷ്യന്മാരും പോകുമ്പോൾ പഴയ നിയമകാലത്തിൽ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ കുഷ്ഠരോഗം പിടിച്ചവൻ പാളയത്തിന് പുറത്താണ്. അവൻ 7 ദിവസം പാളയത്തിന്റെ പുറത്തവൻ അടച്ചിടണം. 7ാമത് ദിവസം പോയി പുരോഹിതൻ നോക്കി അവന്റെ ശരീരത്തിൽ വടുവുണ്ടോ എന്ന് മാറി നോക്കി അവനെ ശുദ്ധീകരിക്കണം. എന്നാൽ കൃപായുഗത്തിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഒരു കുഷ്ഠരോഗി ഓടുമെന്ന് പറയുകയാ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ യേശു ആരാ? അവൻ നമ്മളോട് കരുണ തോന്നുന്നവനാ. കരുണ തോന്നുന്നവന് മാത്രമല്ല, നിനക്ക് നിത്യജീവനെ തരുന്നവനാ. നിത്യജീവൻ തരുന്നവന് മാത്രമല്ല, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാ. അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, അവൻ നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തുന്നവനാ. നിന്നെ കരം പിടിച്ച് നടത്തുന്നവൻ മാത്രമല്ല, ശത്രുവിനെ കാണാതിരിപ്പാൻ, അവൻ വെച്ച് കെണി നീ അകപ്പെട്ടു പോകാതിരിപ്പാൻ അവൻ നിനക്ക് മുൻപേ സഞ്ചരിക്കുന്നവൻ. ഈ കർത്താവിനെയാണ് ഈ പകൽക്കാലം നാം ആരാധിച്ചത്. ഇത് ജീവന്റെ വചനമാണ്. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇതിനകത്ത് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുന്നുണ്ട്, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ കാണുകയാ ദൈവത്തിന്റെ വചനം എന്തുവാ? ആമേ, സ്വത്രം, ആമേ. ഇനി വായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. അതേ സ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനാണ്. രണ്ടാമത് ചൈതന്യമുള്ളതാണ്. മൂന്നാമത് ഇരു വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. ഇതുപോലൊരു മൂർച്ചയുള്ള വാള് ഈ ലോകത്തിൽ എവിടെയുമില്ല. ആ വാളാണ് വചനം. സ്തോത്രം. അവൻ തന്റെ വചനമായി ചുവടിവിക്കുമോ? ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാ. എന്റെ വചനം പുറപ്പെട്ടാൽ എന്റെ പ്രവൃത്തി ചെയ്തിട്ടല്ലാതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഏത് വിഷയത്തിന് മേലാണ് ഭാരപ്പെടുന്നത്? ഏത് വിഷയമാണ് നിന്നെ അലട്ടുന്നത്? ഏത് രോഗമാണ്, രോഗക്കെട്ടിന്റെ ബന്ധനമാണ് നിന്നെ ചുറ്റിയിരിക്കുന്നത്? എന്നാൽ നിന്നെ വിടുവിക്കുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.